ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആർക്കും നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന അതോടൊപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അൽഫാം റെസിപ്പിയാണ്. ഇതുപോലെ നിങ്ങൾ അൽഫാം ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് നോക്കാം അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ചിക്കനാണ് എടുത്തത്. 1 കിലോ ചിക്കന് 4 പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ പീസാക്കിയിട്ടാണ് കേട്ടോ എടുത്തത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞെടുക്കണം. ഒട്ടും വെള്ളം ഇതിലുണ്ടാവാൻ പാടില്ല. അതുപോലെ നന്നായിട്ട് വെള്ളം കളഞ്ഞെടുക്കണം കേട്ടോ. പറ്റുകയാണെങ്കിൽ നമ്മളൊരു തുണി ഉപയോഗിച്ചൊന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ഇനി നമ്മൾ ഈ ചിക്കൻ എടുത്തിട്ട് ഇതുപോലെ ഒരു റോളർ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഇതുപോലൊന്ന് അടിച്ചു കൊടുക്കാം. ഇതുപോലൊന്ന് ചെയ്ത് വെക്കാം. ആദ്യം എല്ലാം ഇതുപോലൊന്ന് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ 2-3 വരകൾ ഇട്ട് കൊടുക്കാം. എല്ലാ ചിക്കനിലും ഇതുപോലൊന്ന് വരയിട്ട് കൊടുക്കാം. മസാലകളൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലൊന്ന് വരയിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. 2 തവണയായിട്ടാണ് കേട്ടോ നമ്മൾ ഈ ചിക്കനിലേക്ക് മസാല തേച്ച് വെക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ആദ്യം തേച്ച് വെക്കേണ്ട മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു 10-12 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് പുതിനയില എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെളുത്തുള്ളിയുടെ പകുതിയാണ് നമ്മൾ ഇഞ്ചി ഇതിലേക്ക് എടുക്കേണ്ടത്. ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ആദ്യം ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. ഇഞ്ചി ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചതഞ്ഞ് കിട്ടും. പുതിനയില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇപ്പം ഞാനിപ്പോൾ ഇതിവിടെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനെഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിതിലേക്ക് മൊത്തത്തിൽ 4 ടേബിൾ സ്പൂൺ വിനെഗറാണ് ചേർക്കുന്നത്. ഇപ്പോൾ ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനെഗർ ചേർത്തിട്ടാണ് നന്നായിട്ട് അരച്ചെടുത്തത്. ബാക്കിയുള്ള വിനെഗർ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. മൊത്തത്തിൽ ഞാനിപ്പോൾ ഇവിടെ 4 ടേബിൾ സ്പൂൺ വിനെഗറാണ് കേട്ടോ എടുത്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. 4 പീസാക്കിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ എടുത്തത്. 1 കിലോ ചിക്കനാണ് കേട്ടോ ഞാനിവിടെ എടുത്തത്. ഈ മസാലകൾ ഇതിൻ്റെ മേലെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. എന്നിട്ടിത് നമുക്ക് 2 മണിക്കൂറൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഇതൊന്ന് ഇതുപോലൊന്ന് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റി വെക്കാം. നമ്മളിത് ഓവർനൈറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ. മസാലകളൊക്കെ നന്നായിട്ട് ഇതിലേക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഞാനിപ്പോൾ ഇതിവിടെ 2 മണിക്കൂർ ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ട അടുത്ത ബാച്ച് മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക ആദ്യം. ഇതിപ്പോൾ ഇവിടെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കാം. പച്ചമല്ലിയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഈ പച്ചമല്ലി ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ പച്ചമല്ലിയും കുരുമുളകും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർക്കാം. പിന്നെ ഞാനിതിലേക്ക് ഒരു മാഗി ക്യൂബ് ചേർക്കുന്നുണ്ട്. ഈ പാക്കറ്റിനകത്ത് 2 മാഗി ക്യൂബ് ഉണ്ടാവും. ഇതിൽ നിന്ന് 1 ക്യൂബ് മാത്രം മതി നമുക്ക്. ഇതുപോലുള്ള 1 ക്യൂബ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. 3/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പത്തിരിക്ക് ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഞാനിത് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ച് വെച്ചത് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് മെയിനായിട്ട് എടുക്കുന്നത് വറ്റൽമുളകാണ്. ഞാനിപ്പോൾ ഇവിടെ 10 വറ്റൽമുളകാണ് എടുത്തത്. ഈ 10 വറ്റൽമുളക് വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. കൂടുതൽ എരിവ് ഉണ്ടാവില്ല. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 20 വറ്റൽമുളകൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോഴാണ് നല്ലൊരു എരിവൊക്കെ കിട്ടുക. ഇനി ഇത് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്നങ്ങ് പൊടിച്ചെടുക്കാം. ഇനി നമുക്കിത് ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്.
ഈ മസാലകളൊക്കെ നന്നായിട്ടൊന്ന് ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്, പിന്നെ നമ്മളിതിലേക്ക് മാഗി ക്യൂബും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഉപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1 പിടി മല്ലിയില എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മളിതൊരു 3/4 മണിക്കൂറും കൂടെ ഒന്ന് മാറ്റി വെക്കണം. ഈ മസാലകൾ ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതൊരു 3/4 മണിക്കൂറും കൂടെ ഒന്ന് മാറ്റി വെക്കാം. ഫ്രിഡ്ജിൽ തന്നെ വെക്കാം കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തതിന് ശേഷം ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഇവിടെ 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിവിടെ ഓവനിലാണ് ചെയ്തെടുക്കുന്നത്. ഓവനിൽ ചെയ്തെടുക്കുമ്പോൾ നമ്മളിതുപോലെ ഗ്രില്ലിൻ്റെ മേലെ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചിക്കന് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് പുറത്ത് വെച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഇതുപോലെ ചെയ്യേണ്ടത്. ഇപ്പോൾ 3/4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് പുറത്തെടുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഇതിൻ്റെ മേലെ വെച്ച് കൊടുത്തത്. ചിക്കനെല്ലാം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഒന്നുമില്ല, നമുക്കിത് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഓവൻ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 200 ഡിഗ്രി സെൽഷ്യസിലാണ് ഇത് ചെയ്യേണ്ടത്. താഴെയും മേലെയും കോയിൽ ചൂടാവുന്ന രീതിയിലാണ് ഓവൻ സെറ്റ് ചെയ്ത് വെച്ചത്. നമ്മളിതൊരു 30-35 മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മേലെ കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ചിക്കൻ്റെ മേലെ എല്ലായിടത്തും ഇതുപോലെ ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഒരു 3 തവണ നമ്മളിതുപോലെ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതൊരുപാട് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ചിക്കൻ ഇതിലേക്ക് വെക്കുന്നതിന് മുമ്പേ താഴെ ഒരു അലുമിനിയം ഫോയിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന ഓയിലൊക്കെ അതിലായിക്കോളും. ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ചിക്കൻ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ചിക്കൻ ഒന്ന് തിരിച്ചിട്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഇവിടെ 35 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിക്കന് പുറത്തെടുക്കുന്നതിൻ്റെ ജസ്റ്റ് മുന്നേ ഇതുപോലെ ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ലാസ്റ്റ് ഇതുപോലെ ഒന്നുകൂടെ ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ഇവിടെ ഒരു 35 മിനിറ്റാണ് ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി വന്നത്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനൊരു സ്മോക്കി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചാർക്കോൾ കത്തിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ചെയ്യുന്നത്. ഇതുപോലുള്ളൊരു ഗ്ലാസ് ഇതിലേക്ക് വെച്ചതിന് ശേഷം ഇതിലേക്കൊരു ചാർക്കോൾ കത്തിച്ച് വെക്കാം. കുറച്ച് ഓയിൽ ഇതിലേക്കൊന്ന് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് അടച്ച് വെക്കാം. ലാസ്റ്റ് ഇതുപോലെ ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ അൽഫാമിന്. ഇപ്പം നമ്മുടെ അടിപൊളി അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്